അടിവേന്ന് നോക്കി ഞാനൊരു ചവിട്ടി വെച്ചത് പണ്ടേ ഭാര്യ താനിങ്ങനെ ചവിട്ടിയാൽ ഞാൻ രാത്രി കണ്ണിക്കാതെ പൊരുടാൻ കലക്കി തരും വിശപ്പെന്ന് പറയുന്നത്. എന്നാലും രാത്രി 9 മണിക്ക് ചൂട് കഞ്ഞി ചെറുപയർ തോരൻ തേങ്ങാച്ചൂടെ നിർത്തി അവൻ നിലന്ന പാത്രത്തിൽ നിരത്തി വെക്കുമ്പോൾ അവൻ സ്പൂണുകൊണ്ട് അള്ളി ഞൊട്ടി ഞൊറിഞ്ഞ് വെട്ടിപ്പിടിക്കുന്നു. ഓരോ സ്പൂൺ കഞ്ഞിയും കോരി കോരി കുടിക്കുമ്പോൾ അവൻ ഞൊറിഞ്ഞൊറിഞ്ഞ് നോക്കും, ഇവിടെ പുരടാനുണ്ടോ, അപ്പുറത്ത് പുരടാനുണ്ടോ, അപ്പുറത്ത് പുരടാൻ പറഞ്ഞാലും കലക്കി കൊടുക്കുകയില്ല. അവളെ ചവിട്ടു എന്ന് പറഞ്ഞ അവനെ വട്ടം കെട്ടിപ്പിടിച്ച് പുറത്തിന് കീഴിൽ ഇട്ടാവോ ഉരുട്ട് കിടന്ന് അവൾ അലാം ചെയ്ത് പോകും. ചേട്ടൻ 10:40 ചവിട്ടോ, 10:50 ചവിട്ടോ, 11:10 ചവിട്ടോ പറഞ്ഞാലും ചവിട്ടിയേല. അവളെ വിശ്വാസം, അവളെ അവിശ്വാസം. അപ്പം പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പനാരാന്നുള്ളത് പോലും ഒരു വിശ്വാസം. അമ്മ പറഞ്ഞു മോളെ മോൻ ഇതാണ് ചാച്ചൻ അപ്പാന്ന് വിളിച്ചു. നമ്മൾ ആരെങ്കിലും പറഞ്ഞു അമ്മ ഡൗട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. ജനിച്ചപ്പം മുതൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയതാണ്. വിമാനയാത്ര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിശ്വാസം. വിമാനത്തെ കയറാൻ ആരുമില്ല. കയറി ഇരിക്കുമെന്ന ഏകവർഷത്തിന്റെ ഗോഷ്ഠി എന്താ, വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കഴിക്കണം, കാലിട്ട് പതയ്ക്കണം, കീഴിൽ ജൈറ്റാമിട്ട് പറിച്ചിങ്ങനെ കിടത്തിൽ അമ്മയ്ക്ക് വെക്കണം. 40,000 പുകകളിൽ വിമാനം പറക്കുമ്പോൾ ശ്വാസമുടലമാനം ഉണ്ടായാൽ തൂങ്ങിയിറങ്ങുന്ന ഓക്സിജൻ സഞ്ചി എങ്ങനെ വായി തള്ളിക്കയറ്റണം. ഞാനിത് നോക്കത്തേയില്ല. ഇത്രയും പുകകളിൽ വിമാനം പറക്കുമ്പോൾ അലങ്കാരം തകർന്നാൽ പിന്നെ ഓക്സിജൻ തപ്പാൻ ഒരിക്കൽ ഞാനിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ എന്റെ അടുത്തിരുന്ന ചേട്ടൻ ചോദിച്ചു, ഇത് അച്ഛന്റെ ആദ്യത്തെ യാത്രയായിരുന്നു, കാരണം എന്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടനെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, വിമാനം താഴെ ഇറങ്ങുവാനേ പറയാം, ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ, നമുക്കൊന്നും ഉറപ്പില്ല. എല്ലാം ഒരു വിശ്വാസം മാത്രം. ടിവിയിൽ ഒരു പരസ്യമുണ്ട്, കല്യാണ ജോലിക്കാരന്റെ പരസ്യമാണ്. ഒരു അമ്മാമ്മ അപ്പാപ്പനോട് പറയും, ഒരു വിശ്വാസം അതിന്റെ എന്താണ് ഒരു പരസ്യം, ഒരു വിശ്വാസം അതിന്റെ ഇല്ല. ഇവിടെ പറയും, വിവാഹത്തിലേക്ക് കിടക്കുന്നവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതക്കാരുടെ വിശ്വാസം ഒന്നെങ്കിൽ ജോസ്കോ ജ്വല്ലറി പോലെ കാലം തെളിയിച്ച കരുത്ത്, അല്ലെങ്കിൽ ആലുക്കാസ് പോലെ തലമുറകളുടെ വിശ്വസ്തത. ഒരിക്കലും വിവാഹത്തിന്റെ വിശ്വസ്തത അറ്റ്ലസ് ജ്വല്ലറി പോലെ ആയിരിക്കും. ജനകോടികളുടെ വിശ്വസ്തമായിട്ട് ആരും കല്യാണം കഴിക്കാൻ പോയിരുന്നത് എന്നാണ് പറയുക. ഒരു വിശ്വാസം, വിശ്വാസം എന്ന് പ്രത്യാശയിലിരിക്കുന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യം, അതിന് പിടിക്കുന്ന വാക്ക് വിശ്വാസം. അപ്പൊ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൽ വേരുപായി ഒരു ജീവിതശൈലി. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും മുമ്പോട്ട് പോകാനും ഒക്കെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. വിശ്വാസ ചരിത്രം നമ്മൾ എടുത്തു കഴിയുമ്പോൾ ലോകത്തിൽ വിശ്വാസത്തിന്റെയും വിശ്വസിക്കുന്നവരുടേതുമായ ഒരു ചരിത്രം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാര് ആരെന്ന് ചോദിച്ചാൽ യഹൂദ ജനതയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാര് യഹൂദ ജനതയാണ്. ഇത്രയും വലിയ ശക്തിയുള്ള ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നില്ല. ഏറ്റവും ശക്തമായ ഒരു സമൂഹം, ലോകത്തിലെ ഏറ്റവും വലിയ സംഭാവന നൽകിയത് യഹൂദ മക്കളാണ്. ലോകത്തെ സ്വാധീനിച്ചത്, ഏറ്റവും ശക്തമായി സ്വാധീനിച്ചത് 5 യഹൂദരാണ്. 1 മോശ, ലോകത്തിന് നിയമം കൊടുത്ത മോശ. 2 ഐൻസ്റ്റീൻ, ആപേക്ഷിക സിദ്ധാന്തം കൊടുത്ത തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ തത്വം പഠിപ്പിച്ച ഐൻസ്റ്റീൻ. 3 മാർക്സ്, സാമ്പത്തിക പുരോഗതി പഠിപ്പിച്ച. 4 സിഗ്മണ്ട് ഫ്രോയിഡ്, സെക്സിന്റെ സൂപ്പർ പവർ പഠിപ്പിച്ച മനുഷ്യനെ ഇന്റർപ്രറ്റ് ചെയ്ത സിഗ്മണ്ട് ഫ്രോയിഡ്. 1 മോശ നിയമം കൊടുത്തു, 2 ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം കൊടുത്തു, 3 മാർക്സ് സാമ്പത്തിക സമത്വം പഠിപ്പിച്ചു, 4 സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യന്റെ ജീവിതത്തിലെ സെക്സിന്റെ സൂപ്പർ പവറിനെ കുറിച്ച് ആഴമായി പഠിപ്പിച്ചു. ഏറ്റവും കൂടുതലായിട്ട് ഈ സ്നേഹത്തെ പഠിപ്പിച്ച, പ്രമാണം പഠിപ്പിച്ച ശക്തനായ ഒരു സാരഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ ദൈവസ്നേഹത്തിന്റെ പരിപൂർണത നമ്മൾ കണ്ടെത്തുകയാണ്. ക്രിസ്തുവിൽ ലോകത്തെ സ്വാധീനിച്ച ശക്തരായ 5 പേരിൽ 1 നമ്മുടെ ഓരോരുത്തരും എടുത്തു കാണുന്നു. 1 മോശ നിയമം കൊടുത്തു, 2 ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം കൊടുത്തു, 3 മാർക്സ് സാമ്പത്തിക പുരോഗതി പഠിപ്പിച്ചു, 4 നമ്മൾ കണ്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് സെക്സിന്റെ സൂപ്പർ പവറിനെ പഠിപ്പിച്ചു, 5 ജീസസ് ക്രൈസ്റ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ പ്രമാണം പഠിപ്പിച്ച യേശു. ഈ 5 പേരിലൂടെ ഒരു വലിയ ശക്തിയെ നമ്മൾ കണ്ടെത്തുന്നു, വിശ്വാസ ജീവിതത്തിന്റെ ശക്തിയെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കേട്ട ചിന്തകളെ വെളിച്ചത്തിൽ